എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ദഹി വടയാണ്. അപ്പോൾ ദഹി വട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വട ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഇവിടെ 1 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് ഒരു 2 മുതൽ 3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഈ കുതിർന്ന് വരുന്ന ഇതിനെ നമ്മൾ അരച്ചിട്ടാണ് നമ്മൾ വട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ വട ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത കണ്ടൻറ്റ്, അതായത് നമുക്ക് തൈര് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ തൈര് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ചിൽഡ് ആണെങ്കിലാണ് ഈ ദഹിവട കഴിക്കാൻ ഒരു സുഖമുള്ളത്. അപ്പം നമ്മൾ തൈരിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുക. അപ്പം നമ്മൾ ദഹിവട എല്ലാം ഉണ്ടാക്കി ബാക്കി കണ്ടൻറ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേനും നല്ല ചിൽഡായിട്ട് നമുക്ക് ദഹി കിട്ടും. അപ്പം നമ്മുടെ 2-3 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഇത് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ്. അരച്ചെടുത്ത ഉഴുന്ന് പരിപ്പിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മുടെ ഇഞ്ചി ഞുറുങ്ങിയത്, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഒരു ലേശം കായപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതേ കാണുന്ന പോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ ഏകദേശം 10 മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരേ ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ കൊടുക്കുമ്പോഴത്തേനും നമുക്കറിയാം ഇത് ചെയ്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ വോളിയം കൂടി വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് അടുത്ത് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യേണ്ടത്, ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ചെയ്യുന്ന എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്ന്. നോക്ക്, നമ്മുടെ ഉഴുന്ന് പരിപ്പെല്ലാം നമ്മൾ അരച്ചെടുത്തു. അതിനെ ഇതേ രീതിയിൽ സ്പൂണ് കൊണ്ട് ചെറിയ ഉണ്ടകളായിട്ട് കോരി ഒഴിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടിട്ട് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ അതിനെ നമ്മളിങ്ങനെ ഇതേ രീതിയിൽ സ്പൂണ് കൊണ്ടാക്കി ചെറു തീ തൊട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ വട ഉണ്ടാക്കിയെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ വടകളെ അതിനകത്തോട്ട് തന്നെ ഡയറക്റ്റ് ഇടുക. ഇങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അതിലുള്ള എണ്ണമയത്തിൻ്റെ അംശം മുഴുവൻ പോവും. രണ്ടാമത് ഈ വട വെള്ളം സോക്ക് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ദഹി വട കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും ആ വടയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരാനാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ വടയുണ്ടാക്കി ഇനി ഇതിൽ ചേർക്കേണ്ട ചട്നികളാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം നമ്മൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പുതിനയില, മല്ലിയില, 2 പച്ചമുളക്, ഇഞ്ചിയൊക്കെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കുണ്ടാക്കുന്നതാണ് ടമരണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇതിലുള്ള ഒരു ചുമന്ന ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പുളി എടുത്ത് വെള്ളത്തിൽ ചേർത്ത ശേഷം ആദ്യം പുളിവെള്ളത്തിന് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ചെറു ചൂടിൽ നന്നായിട്ട് തിളപ്പിക്കുക. ഈ തിളച്ച് വരുന്നതിനകത്തോട്ട് ഒരു 1/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കൂടെ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇച്ചിരി ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നന്നായിട്ട് ആ തിളച്ച് വരുന്നത് നമ്മൾ ചെറിയ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നതിനകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ ചട്നി റെഡിയാവും. ഈ ചട്നീനെ നമുക്ക് ദഹി വടയിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ദഹി വട വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതേ രീതിയിൽ വെള്ളം അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യുക. ഇപ്പോൾ വടയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട, വളരെ ചിൽഡായിട്ട് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ദഹി അല്ലെങ്കിൽ തൈര്, ഇതിന് മുകളിലേക്ക് നമ്മൾ ലേശമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തൈരിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി തൈരിൽ സോക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്ത് ചട്നിയൊക്കെ ഉപയോഗിച്ചിട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ചിൽഡ് ആയിട്ടുള്ള തൈര് എടുക്കണം എന്ന് പറയുന്നത്, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതേ നോക്കുക, എല്ലാം നല്ല വൃത്തിയായിട്ട് തൈരിൽ മുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക്
പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ശരിയാണ്, സോക്ക് ചെയ്ത് വെക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചൂട് കാലത്തേക്കൊക്കെ ഉള്ളൊരു നല്ലൊരു ഡിഷാണ്. അപ്പം ഞാനിത് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടത് ആദ്യം നമ്മൾ വടയെല്ലാം ഇതിലേക്ക് എടുത്ത് വെക്കുക. വട എടുത്ത് വെച്ചതിന് ശേഷം കൂട്ടത്തിൽ തൈരും കൂടെ കുറച്ച് അതിലേക്ക് വരും. ഇതിന് മുകളിൽ നിന്ന് കുറച്ചുകൂടെ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ ചുമന്ന ചട്നിയും രണ്ടും നന്നായിട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ജീരകപ്പൊടി വിതറുക. പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ വിതറുക. ലേശം ഉപ്പും കൂടെ വിതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദഹി വട റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ എത്ര സോഫ്റ്റായിട്ട് അകത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡിഷ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ ഇനി കാണും വരെ ബൈ ബൈ.